വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ സൈലം ലേണിംഗ് കണ്ടോണ്ടിരിക്കുന്ന എന്റെ എല്ലാ മക്കളും തംബ്നെയിൽ കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവൂലേ, മലയാളം നിങ്ങൾക്ക് 8ന്റെ പണി തന്നിട്ടുണ്ടോ എന്ന്. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? എന്താണ് ഈ 8ന്റെ പണി? മലയാളം എന്ന് കേൾക്കുമ്പോ തന്നെ ചിലർ എന്ത് വിചാരിക്കും? അയ്യോ, എനിക്കിത് പഠിക്കാൻ പറ്റില്ല എന്നൊരു മുഖമൊക്കെ ചുളിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിലര് ക്ലാസ്സിലിരിക്കുന്നത് അല്ലേ. എനിക്കിപ്പോ മലയാളം ഇഷ്ടമായത് കൊണ്ട് എനിക്ക് മലയാളത്തിന്റെ എല്ലാ ക്ലാസ്സും ഇഷ്ടമായിരുന്നു എന്ന് വെച്ച് ബാക്കി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും അല്ലേ. പക്ഷേ മക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ടതല്ലേ നമ്മുടെ മാതൃഭാഷ, നമ്മുടെ മധുരമുള്ള ഭാഷ അല്ലേ. അപ്പോ ഈ മലയാളത്തിന്റെ പരീക്ഷയ്ക്കൊക്കെ 8ന്റെ പണി കിട്ടാതിരിക്കാനുള്ള ഒരു സൂത്രമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കില്ലേ? അപ്പോൾ ശ്രുതി ടീച്ചറിന്റെ ഒരു കുറച്ച് ടിപ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടിരുന്നാ മതി കേട്ടോ. എല്ലാ വിഷയവും പഠിക്കുന്നത് പോലെ നമ്മൾ മലയാളവും പഠിക്കാനിരിക്കും അല്ലേ. മലയാളവും പഠിക്കാനിരിക്കും. ചിലർക്ക് എന്താണ്, കവിത ഇഷ്ടം ഉണ്ടാവില്ല. ചിലർക്കോ കഥ കാണുമ്പോ തന്നെ പ്രശ്നമാണ്. ഇത് ഇത്രയും ഞാൻ വായിച്ചു തീർക്കണോ അല്ലേ. ലേഖനാകുമ്പോ കട്ടിയുള്ള ഭാഷ, ഇതൊക്കെ എങ്ങനെയാ ഞാൻ വായിക്കണ്ടേ? യാത്രാ വിവരണം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കാരണം പല സ്ഥലത്തുമുള്ള കാര്യങ്ങള്, പല സ്ഥലത്തുള്ള വിശദമായ വിവരങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ എത്തുകയാണ് അല്ലേ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ലഡു പൊട്ടും. അടുത്ത വെക്കേഷന് അച്ഛനോട് അവിടെ പോകാൻ പറയാം എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടാവും യാത്രാ വിവരണം വായിക്കുമ്പോ. ബാക്കിയെല്ലാം ഇത്തിരി സീനായിരിക്കും അല്ലേ. കവിത കേൾക്കുമ്പോ തന്നെ ഇതൊന്ന് നിർത്തുമോന്ന് ചോദിക്കുന്നവരുണ്ടാവില്ലേ? ഇതാണ് നമ്മള് പ്രശ്നം, മലയാളത്തോടുള്ള സമീപനം അല്ലേ. എന്റെ മക്കള് മുൻപ് കുറെ ചെറുതായിരിക്കുന്ന സമയത്ത്, ഇപ്പൊ വായിക്കാറുണ്ടോന്ന് അറിയില്ല, ചെറുതായിരിക്കുന്ന സമയത്ത് ബാലരമ, ബാലഭൂമി, പൂമ്പാറ്റ, യുറീക്ക, മിന്നാമിന്നി, കളിക്കുടുക്ക, ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസാണ്. ജമ്പനും തുമ്പനൊക്കെ ഓർമ്മയുണ്ടോ? ഒരു ചിത്രകഥയായിരുന്നു അല്ലേ. അതുപോലെ ഒരുപാട് മായാവിയുടെ കഥയെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതൊക്കെ വായിച്ച് വന്ന മക്കളെ പെട്ടെന്ന് വായന അങ്ങ് നിർത്തിപ്പോയിട്ടുണ്ടോ? ഞാൻ കുറച്ച് വലുതായില്ലേ, ഇതൊക്കെ വായിക്കാൻ ഇനി പറ്റുമോ എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ പലരും അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവില്ലേ. ഇനി ഞാൻ നല്ല നോവലുകളും കഥകളും കവിതാ സമാഹാരമൊക്കെയാണ് വായിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? മലയാളം ബുദ്ധിമുട്ടുള്ളവരെന്ത് ചെയ്യാന്നറിയോ? പഴയ ബാലരമയും ബാലഭൂമിയും ഒക്കെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട, നമ്മളെ പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെ പഴയ ബുക്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് കുറച്ച് ബാലരമയും ബാലഭൂമിയും ഒക്കെ പോകുന്ന സമയത്ത് വാങ്ങിയാൽ മതി, ഇതിനായിട്ട് പോകണ്ട. എന്നിട്ട് എന്ത് ചെയ്യാ, ഇടയ്ക്ക് ഒന്ന് വായിച്ചു വെക്കുക. പഴയ കാലത്തിലേക്ക് പോവുകയും ചെയ്യാം. ഒരു രസമാണ്, അതൊക്കെ രസകരമായിട്ട് നമ്മളിലേക്ക് ഭാഷ എങ്ങനെ എത്തിച്ചേരും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താ വരാന്നറിയോ? ഇനിയിപ്പോ 1-2 മാസം കഴിഞ്ഞാൽ എന്തുണ്ടാവും? തീർച്ചയായും ഫസ്റ്റ് ടേം എക്സാമിനേഷൻ നടക്കൂലേ. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം മലയാളം പഠിക്കരുതെന്ന് ടീച്ചർ പറയാറുണ്ടേ. എങ്കിലും ടീച്ചർ പറയാണ്, നിങ്ങൾ പരീക്ഷ എല്ലാവരും എഴുതേണ്ടി വരുമല്ലോ അല്ലേ. പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ വരുമ്പോ അച്ഛന്റെ അമ്മേന്റെ മുഖം എന്തുണ്ടാവും? കടന്നൽ കുത്തിയ പോലെ ഉണ്ടാവും. എന്താ? മലയാളത്തിന് മാർക്ക് കുറവാണ്, സീനാണ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? അത് മലയാളത്തില് എനിക്ക് ടീച്ചർ ഇഷ്ടമല്ല, അല്ലെങ്കിൽ മലയാളത്തിന് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ അറിയില്ല. വർണ്ണന എന്താന്ന് എങ്ങനെയാ ഞാനിത് മനസ്സിലാക്കേണ്ടത്? ചിലതില് ആസ്വാദനക്കുറിപ്പ് ഉണ്ടാവും, ചിലതിൽ അനുഭവക്കുറിപ്പ് ഉണ്ടാവും, വിവരണം എഴുതാൻ പറയേണ്ട അല്ലെ, നിവേദനം തയ്യാറാക്കാൻ പറയും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അമ്മ, ഇതൊക്കെ ഞാൻ എങ്ങനെയാ പഠിക്കുക? ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ. ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ, മലയാളത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതി വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? സ്പോർട്സ് പേജ് ആയിരിക്കും അല്ലേ. ഇല്ലെങ്കിലോ വലിയ അക്ഷരത്തിൽ എഴുതിയ ചില വാർത്തകളൊക്കെ ഹെഡ്ലൈൻസ് മാത്രം വായിച്ച് നിങ്ങൾ അങ്ങ് മാറ്റി വെക്കും. അതിലൊരു എഡിറ്റോറിയൽ പേജ് ഉണ്ട് കേട്ടോ. എഡിറ്റോറിയൽ പേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പേജ് കഴിഞ്ഞിട്ടുള്ള ഒരു പേജിന്റെ ഒരു ഏത് ഭാഗത്താ? വലതു ഭാഗത്തായിട്ടായിരിക്കും കാണാറ് അല്ലേ. നിങ്ങളൊന്ന് നോക്കൂ. ഇന്നൊരു വീട്ടിലെ പത്രം എടുത്തിട്ട് ഇതിന്റെ എഡിറ്റോറിയൽ എവിടെയാണുള്ളത് എന്ന്. അതിങ്ങനെ നീണ്ടു കിടക്കുന്നത് കൊണ്ട് വായിക്കാൻ വലിയ മടിയായിരിക്കും. പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്ക്. അതിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ എഡിറ്റോറിയൽ കോളം ഉണ്ടാവും.
നമ്മുടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ആനുകാലികമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും പൊതുവായിട്ട് ഒരു ഒരു വിവരണം നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓരോ പത്രത്തിന്റെയും സവിശേഷതയാണത് കേട്ടോ. അത് നിങ്ങൾ ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. ഇതിലും നല്ലത് ടെക്സ്റ്റ് വായിക്കുന്നല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ മലയാളം 8ന്റെ പണി തരാതിരിക്കാനുള്ള കുറുക്ക് വഴിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, ഡയറി എഴുതണം. ഡയറി എഴുത്തൊക്കെ ഞാൻ പണ്ടേ നിർത്തിയതാ എന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യാ, അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക. ഡയറി എഴുതുന്നതിന് ഒരു ചമ്മലും വിചാരിക്കേണ്ട. ഇപ്പോഴും അല്ലെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഡയറി ഒക്കെ എടുത്ത് വായിച്ചു നോക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങളുടെ ഭാഷയാണ് വികസിക്കുന്നത്, നിങ്ങളുടെ ചിന്തയാണ് വളരുന്നത്, നിങ്ങളുടെ ഭാവനയാണ് അതിമനോഹരമായിട്ട് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പറക്കുന്നത്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യാ, ഡയറി എഴുതുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വഴിയാണ് ഡയറി എഴുതുക എന്നുള്ളത്. പിന്നെയാണ് അത് കഥയിലേക്കും കവിതയിലേക്കും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയെ എത്തിക്കാൻ പറ്റുന്ന ഒരു കുറുക്ക് വഴിയാണ് ഡയറി എഴുത്ത്. അപ്പൊ ടീച്ചർക്ക് ഇന്ന് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. തുടക്കം തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ 1-2 ആഴ്ച അല്ലെ 2-3 ആഴ്ച ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റു വിഷയങ്ങൾക്കൊപ്പം തന്നെ എത്താൻ കഴിയുന്ന ഒരു മനോഹരമായ വിഷയമാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ, ഡയറി എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു നാണവും വിചാരിക്കാതെ നിങ്ങള് ബാലരമയും ബാലഭൂമിയും യുറീക്കയും കളിക്കുടുക്കയും പൂമ്പാറ്റിയും ഒക്കെ എടുത്ത് വായിച്ചു നോക്കുക. ആരും ഒന്നും കളിയാക്കൊന്നും ഇല്ല. പിന്നെ പത്രത്തിന്റെ എഡിറ്റോറിയൽ, അതിനുശേഷം അടുത്തുള്ള ഒരു വായനശാലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. വെറുതെ ആ പുസ്തകത്തെ ഒന്ന് തൊട്ട് തലോടി ചില വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഒന്ന് ചെന്ന് നോക്ക്. ആദ്യത്തെ പ്രാവശ്യം തന്നെ വലിയ കുമാരനാശാന്റെ ഖണ്ഡകാവ്യമൊക്കെ എടുത്ത് വായിക്കണം എന്നൊന്നല്ല ടീച്ചർ പറയുന്നത് കേട്ടോ. ആദ്യത്തെ ദിവസം നിങ്ങൾ ആ പുസ്തകമൊക്കെ ഒന്ന് പരിചയപ്പെടുക, അല്ലെങ്കിൽ ആ ലൈബ്രറിയനായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക. പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഊളിയിടുക, അല്ലെങ്കിൽ പുസ്തകങ്ങളുമായിട്ട് കൂട്ടുകൂടുക. ഇനി വായനാ ദിനമൊക്കെയാണ് വരാൻ പോകുന്നത്. സ്കൂളുകളിൽ നിന്നൊക്കെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, പുത്തൻ കാര്യങ്ങളുള്ളിലുള്ള പുസ്തകങ്ങളെയെല്ലാം നിങ്ങൾ കൂട്ടാക്കുക. അപ്പൊ ടീച്ചർ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് എന്തുണ്ടാവും, നല്ലൊരു മാറ്റം മലയാളത്തിൽ ഉണ്ടാവും. ആസ്വാദനക്കുറിപ്പും വർണ്ണനയെക്കുറിച്ചും യാത്രാവിവരണത്തെക്കുറിച്ചും നിവേദനം എഴുതുന്നതിനെ കുറിച്ചും ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ പറഞ്ഞു തരാൻ ടീച്ചർ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അതെല്ലാം പഠിച്ചെടുക്കാം. അപ്പോൾ മലയാളം ഇനി 8ന്റെ പണി ആർക്കും തരില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.